നമസ്കാരം. ഇത് എഡിറ്റേഴ്സ് ടേക്ക് അല്ല. എഡിറ്റേഴ്സ് ടേക്ക് വിശദമായി നടിയാക്രമണ കേസിലെ വിധി പരിശോധിക്കണമെന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ അതിൻ്റെ വിധി പകർപ്പ് ഇതുവരെയും അപ്ലോഡ് ചെയ്തിട്ടില്ല. വിധി പകർപ്പ് വായിക്കാതെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയില്ല എന്നതുകൊണ്ട് ഇത് ഒരു എഡിറ്റേഴ്സ് ടേക്ക് ലൈറ്റ് എന്ന നിലയിൽ പ്രേക്ഷകർ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിധിയെക്കുറിച്ചല്ല, വിധിയെക്കുറിച്ച് ധാരാളം ചർച്ച നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിലെ ശരി തെറ്റുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ഒരു വഴിക്ക് നടക്കുകയാണ്. അതേസമയം തന്നെ എട്ടാം പ്രതി ദിലീപ് അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് ഒരു പോയിൻ്റ് പറയാനുള്ളത്. അതായത് വിധി കേട്ട് പുറത്തു വന്ന ദിലീപ് സംസാരിച്ചത് പ്രധാനമായും ഈ കേസ് നടിക്കെതിരായ ഗൂഢാലോചനയല്ല, അദ്ദേഹത്തിനെതിരായ ഗൂഢാലോചനയാണ് എന്നതാണ്. ഏത് ഗൂഢാലോചനയായാലും തെളിയിക്കപ്പെടണമല്ലോ. അങ്ങനെയാണെങ്കിൽ നടിക്കെതിരായ ഗൂഢാലോചനയാണ് തെളിയിക്കപ്പെടാതെ പോയത്. ദിലീപിനെതിരായ ഗൂഢാലോചനയ്ക്ക് തെളിവുണ്ടോ? ഇതാണല്ലോ പിന്നീട് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അത് അദ്ദേഹം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്, അല്ലെങ്കിൽ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നാണ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെന്തൊക്കെ തെളിവുണ്ട് എന്നത് അദ്ദേഹം നൽകട്ടെ. പക്ഷേ എൻ്റെ മുന്നിൽ ഒരു തെളിവുണ്ട്. അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദിലീപിനെതിരെ നടന്ന ഗൂഢാലോചനയുടെ തെളിവ് എന്താണത്? അത് അദ്ദേഹം തന്നെ പറഞ്ഞു, വിവിധ അല്ലെങ്കിൽ മഞ്ജുവിൽ നിന്ന് ആരംഭിച്ച്, അങ്ങനെയാണല്ലോ, അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ മഞ്ജു വാര്യരിൽ നിന്ന് ആരംഭിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ. അതാണ് കാരണം ഈ കേസ് ആദ്യം അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ, അദ്ദേഹം അത് പേര് പറഞ്ഞില്ലെങ്കിലും ബി സന്ധ്യയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും ആ അന്വേഷണ സംഘമാണ്. അപ്പോൾ ആ ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ, മഞ്ജു വാര്യരിൽ നിന്ന് തുടങ്ങി ആ ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകരുൾപ്പെടെ ഉള്ള സംഘങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ, ആ പോലീസ് സംഘത്തിൽ ഉൾപ്പെട്ട ആളുകളും എല്ലാം ചേർന്ന് നടത്തിയ ഗൂഢാലോചന എന്നാണ് പറയുന്നത്. അപ്പോൾ മാധ്യമപ്രവർത്തകരും ഇതിൽ പങ്കാളികളാണ് എന്നാണ് ദിലീപ് പറയുന്നത്. ഏതൊക്കെ മാധ്യമപ്രവർത്തകരാണ് എന്ന് അദ്ദേഹം പറയട്ടെ. പക്ഷേ ഞാനിവിടെ പ്രേക്ഷകർക്ക് കൈമാറാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ തെളിവ് എന്ന് പറയുന്നത് ഒരു സ്ക്രീൻഷോട്ടാണ്. അത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നുള്ള ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ്. പ്രേക്ഷകർക്ക് അത് കാണാം. ആ സ്ക്രീൻഷോട്ടിൽ കാണാവുന്നതുപോലെ ദിലീപിനെ പൂട്ടണമെന്നാണ് ആ സ്ക്രീൻഷോട്ടിൻ്റെ ടൈറ്റിലായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അതായത് അങ്ങനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ്. അതിനകത്ത് പെട്ടെന്ന് നോക്കിയാൽ അതിൽ ഉൾപ്പെടുന്ന ആളുകളുടെ പേര്, ആലപ്പി അഷ്റഫിനെ കാണാം, ആഷിഖ് അബുവിനെ കാണാം. പിന്നീട് അങ്ങോട്ട് വരുന്ന പല പേരുകളുമുണ്ട്. മലയാളത്തിലാണ് ഓരോ പേരുകളും ടൈപ്പ് ചെയ്തിരിക്കുന്നത്, അതിനകത്ത് ചേർത്തിരിക്കുന്നത് എന്ന് കാണാം. അങ്ങനെ അതിൽ നടന്നൊരു ചാറ്റിൻ്റെ വിവരങ്ങൾ വരുന്നത് കാണുമ്പോൾ അതിനകത്ത് കാണാം ബി സന്ധ്യ ഉണ്ട്. അപ്പോൾ ബി സന്ധ്യ എന്തോ വോയിസ് ഇട്ടതായിട്ട് നമുക്കതിനകത്ത് കാണാൻ കഴിയും. ആദ്യം ഒരു 11 സെക്കൻഡുള്ള വോയിസ്, പിന്നീട് 9 സെക്കൻഡുള്ള വോയിസ്, പിന്നെ 7 സെക്കൻഡുള്ള വോയിസ്. അത് കഴിഞ്ഞ് മഞ്ജു വാര്യർ ഒരു 10 സെക്കൻഡുള്ള വോയിസ്, വീണ്ടും ഒരു 4 സെക്കൻഡ്, 5 സെക്കൻഡ്, ഇങ്ങനെ. അത് കൂടാതെ വീണ്ടും സന്ധ്യ ഒരു 5 സെക്കൻഡ്, ഇങ്ങനെ കുറേ വോയിസ് കൈമാറ്റം നടന്നതായിട്ട് അതിനകത്ത് ആ സ്ക്രീൻഷോട്ടിൽ കാണാം. മറ്റൊരു സ്ക്രീൻഷോട്ടിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാം ആലപ്പി അഷ്റഫ്, ആഷിഖ് അബു, പ്രമോദ് രാമൻ എന്നാണ്. പ്രമോദ് എന്ന് കാണാം, അത്രയും വരെ അത് വരുന്നുള്ളൂ. MV നികേഷ് കുമാറുണ്ട്, സ്മൃതി പരുത്തിക്കാടുണ്ട്, പിന്നെ TB മിനിയുണ്ട്, അവരുടെ സർവൈവറുടെ ലോയറാണ്. ആദ്യത്തത് നമ്മൾ കണ്ടു. അതിന് രണ്ടാമത്തെ സ്ക്രീൻഷോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആരാണത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വയ്യ. ഇങ്ങനെയാണ് അത് ടൈപ്പ് ചെയ്തിരിക്കുന്നത്: നാദിർ ഷായുടെ ഒഴിയുടെ പൂർണ്ണമായ പകർപ്പ് മെയിൽ ചെയ്തിട്ടുണ്ട്, എടുത്ത് പബ്ലിഷ് ചെയ്യുക, വൈകുന്നേരത്തെ ചർച്ചയ്ക്ക് തയ്യാറായിക്കൊള്ളൂ എന്നാണ്. എന്ന് വെച്ചാൽ നാദിർ ഷായുടെ മൊഴിയായിരിക്കണം ഉദ്ദേശിച്ച, ഒഴി എന്നാണ് അതിനകത്ത് കാണുന്നത്. അതിന് തയ്യാറായിക്കൊള്ളത് പകർപ്പ് മെയിൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതെടുത്തു വെച്ച് നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായിക്കൊള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നത് മിക്കവാറും പൂർണ്ണമായ പകർപ്പ് മെയിൽ ചെയ്യണമെങ്കിൽ ആ മൊഴിയുടെ പകർപ്പ് അത് ബി സന്ധ്യ ചെയ്തതായിട്ടാണ് ഒരുപക്ഷെ സൂചന എന്ന് നമ്മൾ കാണേണ്ടി വരും. അതിന് തൊട്ട് താഴെ അതിനെ അംഗീകരിച്ചുകൊണ്ട് തംസ് ഇട്ടിരിക്കുന്നത് ഒന്ന് TB മിനി, തൊട്ട് താഴെ സ്മൃതി, അതിന് താഴെ പ്രമോദ് രാമൻ, അത് കഴിഞ്ഞ് വീണ്ടും TB മിനി,
ഇങ്ങനെയാണ് തംസുകൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവരെല്ലാം അത് കണ്ടു ഉടനെ ആ ചർച്ചയ്ക്ക് തയ്യാറാവാൻ TB മിനി അഡ്വക്കേറ്റാണ്, അവരൊഴികെ ഇപ്പോൾ സ്മൃതി പ്രമോദരാമൻ ഇവരൊക്കെ അതിന് തയ്യാറാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? ദിലീപിനെ പൂട്ടണം എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? ഇത് അന്വേഷിക്കേണ്ടതാണല്ലോ. ഇത് അന്വേഷിച്ചാൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ. സൈബർ വിങ്ങിനെ അന്വേഷിച്ച് കഴിഞ്ഞാൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഈ വിവരം പുറത്തു വന്ന സമയത്ത് തന്നെ ഞാനും ഇതിൽ പങ്കാളിയാണ് എന്ന് കണ്ട് എന്നെ ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചിരുന്നു. ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തിരുന്നു, എൻ്റെ മൊഴിയെടുത്തിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് നികേഷിൻ്റെയും മൊഴിയെടുത്തു എന്നാണ്. ആ കേസ് എന്തായി പിന്നീട് എന്ന് എനിക്കൊരു വിവരമില്ല. അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ടോ, അതിൻ്റെ തുടർച്ചയായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ അത് അന്ന് ഞങ്ങൾ മൊഴി കൊടുത്തതാണ്. ഇങ്ങനെയൊരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി എന്ന നിലയിൽ ഞാൻ പ്രത്യേകിച്ച് ഒരു മൊഴി കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഇത് യഥാർത്ഥത്തിൽ മറ്റെവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഇത് കിട്ടിയിരിക്കുന്നത് പോലീസിന് തന്നെയാണ്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു പെൻ ഡ്രൈവിൽ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട്. വ്യാജമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, അത് തെളിയിക്കപ്പെടേണ്ടതാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് അതിനെ കാണുന്നത്, തെളിയിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ വ്യാജ സ്ക്രീൻഷോട്ട് എന്ന പേരിൽ അത് പോലീസ് അത് കാണുകയും അത് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ കുറ്റപത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. A8 ദിലീപ് എന്ന് വെച്ചാൽ 8ാം പ്രതി ദിലീപ് ആൻഡ് ഹിസ് അസോസിയേറ്റ്സ് ഓർക്കസ്ട്രേറ്റഡ് എ സ്കീം ടു ക്രിയേറ്റ് എ ഫേക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് നെയിംഡ് ദിലീപിനെ പൂട്ടണം, മീനിങ് ട്രാപ്പ് ദിലീപ്. അതായത് ദിലീപിനെ പൂട്ടണം എന്ന പേരിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്, ഒരു ഫേക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ദി ഇൻറ്റൻഷൻ ബിഹൈൻഡ് ദിസ് ഫാബ്രിക്കേഷൻ വാസ് to falsely portray that a conspiracy was being hatched against A8 എന്ന് പറയുന്നത് ദിലീപാണ്, by various individuals including senior police officers, media personalities, lawyers and even his former wife PW34 മഞ്ജു വാര്യർ. ഒരു പ്രോസിക്യൂഷൻ വിറ്റ്നസ് ആണ്, അതുകൊണ്ടാണ് 34ാമത് സാക്ഷിയാണ്. അപ്പോൾ മഞ്ജു വാര്യർ ഉൾപ്പെടെ ഇത്രയും പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നാണ്. ദേ ക്രിയേറ്റഡ് എ മെമ്പർ പ്രൊഫൈൽ ഇൻ ദിസ് ഫേക്ക് വാട്സപ്പ് ഗ്രൂപ്പ് യൂസിങ് ദ ഫോട്ടോഗ്രാഫ് ഓഫ് ADGP Dr. Sandhya IPS, the supervisory officer of the investigation in this case, falsely portraying her as a group member. This was a deliberate attempt to strengthen A8's claim that he was being falsely implicated in this case. അതായത് തന്നെ തെറ്റായി ഈ കേസിൽ പെടുത്തുകയാണ് എന്ന വാദത്തിന് ശക്തി പകരുന്നതിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്, ഒരു ഫേക്ക് വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇത് എന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നത്. അടുത്ത പാരഗ്രാഫിൽ പറയുന്നു, ദി കീ എവിഡൻസ് എക്സിബിറ്റ് P671A includes data from DD 454/22, specifically a pen drive containing chats between ഷോൺ ജോർജ് ശ്രദ്ധിച്ചോളൂ, ഷോൺ ജോർജ് ആൻഡ് അനൂപ് എന്ന് പറയുന്നത് ദിലീപിൻ്റെ സഹോദരൻ. ഷോൺ ജോർജ് അനൂപിന് അയച്ചു കൊടുത്ത വിവരങ്ങളുടെ ഒരു പെൻ ഡ്രൈവ് കിട്ടുന്നു. ഇൻ ദീസ് ചാറ്റ്സ്, ആ പെൻ ഡ്രൈവിനകത്താണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഫേക്കായിട്ടുള്ള സ്ക്രീൻഷോട്ട് ഉള്ളത് എന്നാണ് പോലീസ് പറയുന്നത്. ഇൻ ദീസ് ചാറ്റ്സ് ഷോൺ ജോർജ് ഫോർവേഡഡ് 4 സ്ക്രീൻഷോട്ട്സ് ഓഫ് ദ ഫേക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ടു അനൂപ്. അപ്പോൾ ഇതിൻ്റെ 4, ഇപ്പോൾ 2 പ്രേക്ഷകർ കണ്ടത്, 4 സ്ക്രീൻഷോട്ടുകൾ ഷോൺ ജോർജ് അനൂപിന് അയച്ചു കൊടുത്തു എന്നാണ്. അപ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത്, എനിക്കിതിനകത്ത് ഒരു വാദവുമില്ല, ഇത് തെളിയിക്കട്ടെ, ദിലീപ് തെളിയിക്കട്ടെ ഇത് ശരിക്കും ഇങ്ങനൊരു ഗൂഢാലോചന അദ്ദേഹത്തിനെതിരെ നടന്നു എന്ന്. കാരണം എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമുണ്ട്, ഞാനിങ്ങനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമായിരുന്നില്ല എന്ന്. ഞാനും മഞ്ജു വാര്യരും സന്ധ്യയും TB മിനിയും ഒക്കെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ രാപകൽ കുത്തിയിരുന്ന് ദിലീപിനെ പൂട്ടാൻ വേണ്ടി പണിയെടുക്കുക എന്നതാണ്. അതിനൊന്നുള്ള സമയം എന്തായാലും എനിക്ക് കിട്ടിയിട്ടില്ല ഈ ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനൊരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ സ്ക്രീൻഷോട്ട് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഫേക്കാണെന്ന് പോലീസ് പറയുന്നു. അത് പോലീസ് തെളിയിച്ചിട്ടുണ്ടോ, അല്ല പ്രോസിക്യൂഷൻ അത് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അതിനെ എങ്ങനെ കോടതി കണ്ടു എന്നതും കൂടി പരിശോധിക്കണം. കാരണം അതിനിപ്പോൾ വരാൻ പോകുന്നതേ ഉള്ളൂ. വിധിപ്പകർപ്പ് വന്നാൽ മാത്രമേ നമുക്ക്
അത് അറിയാൻ കഴിയുകയുള്ളൂ. അത് അംഗീകരിച്ചിട്ടുണ്ടോ അതോ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? ഗൂഢാലോചന തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക നമുക്കറിയില്ല. ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല എന്നാണെങ്കിൽ അങ്ങനെ നമുക്കറിയില്ല. അത് വിധി പകർപ്പ് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷെ മറ്റൊരു കാര്യമുള്ളത്, ദിലീപ് അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടന്നു എന്ന് ആരോപിച്ച സ്ഥിതിക്ക് ഇതുകൂടി ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കാണേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ ഗൂഢാലോചനയുടെ സ്വഭാവം എന്താണ്, അതിൻ്റെ ക്രെഡിബിലിറ്റി എന്താണ്, ആ ആരോപണത്തിന് എനിക്ക് പറയാൻ കഴിയുന്ന സാക്ഷ്യം ആ ഗൂഢാലോചന എന്ന വാദം പൊള്ളയാണ് എന്നതാണ്. അതാണ് ഈ എഡിറ്റേഴ്സ് ടേക്കിൽ പറയാൻ ഉദ്ദേശിച്ചത്, ഈ എഡിറ്റേഴ്സ് ടേക്ക് ലൈറ്റിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് വിശദമായി ആ വിധി പകർപ്പ് വന്നതിന് ശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് വീണ്ടും കാണാം. നമസ്കാരം.